ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് പാലപ്പവും അതുപോലെ തന്നെ ഒരു ചോക്ലേറ്റ് വട്ടയപ്പവുമാണ്. നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രം ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഈ പാലപ്പവും വട്ടയപ്പവും ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ്: അര കപ്പ് തേങ്ങ, പാലപ്പത്തിൻ്റെ ബാറ്റർ, ചോക്ലേറ്റ് ഞാനിവിടെ എടുത്തേക്കുന്നത് ചോക്ലേറ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റിൻ്റെ സിറപ്പ്, ന്യൂട്രല്ല, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ചോക്ലേറ്റ് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് മെൽറ്റ് ചെയ്തതാണ്. നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഓരോന്നായി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരകിയത്, ഏലക്ക പൊടിച്ചത്, ഉപ്പ്, ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഈ ബാറ്ററിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ മൊത്തം ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ മിക്സിലോട്ട് പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാര ചേർക്കാതെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. ചോക്ലേറ്റിൻ്റെ മധുരവും തേങ്ങയുടെ മധുരവും ഉള്ളതുകൊണ്ട് പഞ്ചസാര ഒട്ടും തന്നെ ചേർത്തിട്ടില്ല. നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് ഉപ്പായാലും പഞ്ചസാരയായാലും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നമുക്ക് ഈ മിക്സ് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്തിട്ടൊരു കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു അരമണിക്കൂർ വെച്ചാൽ മതിയാകും. ഈ ബാറ്റർ നമ്മൾ 30 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അത്യാവശ്യം നന്നായിട്ടിത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി സാധാരണ അപ്പം ഉണ്ടാക്കുന്നത് പോലെ ചട്ടിയിൽ ഒരല്പം എണ്ണ തടവിയിട്ട് ഇതിലൊഴിച്ച് നന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പം നമ്മൾ ചുട്ടെടുക്കുവാണ്. നന്നായിട്ട് ബ്രൗണിഷ് കളറാകും വരെ മുരിച്ചെടുക്കുക. നിങ്ങൾക്ക് എന്തോരെയാണ് ക്രിസ്പി വേണ്ടത് അത്രയും തന്നെ നിങ്ങൾക്ക് മുരിച്ചെടുക്കാം. ഞാനിപ്പം ഒത്തിരി ക്രിസ്പി ആക്കുന്നില്ല. നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ ബാറ്റർ കൊണ്ട് തന്നെയാണ് ഞാൻ വട്ടയപ്പം ഉണ്ടാക്കുന്നത്. ഇതിൽ ഇൻഗ്രീഡിയൻസിലൊന്നും തന്നെ മാറ്റം വരുത്തുന്നില്ല. ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ സെയിം ആണ്. അപ്പത്തിന് മാവ് കുറച്ച് ലൂസായിരുന്നു. വട്ടയപ്പത്തിന് അത്യാവശ്യം. വട്ടയപ്പത്തിന് ബാറ്റർ നന്നായിട്ട് ടൈറ്റായിട്ട് എടുക്കണം. ഒട്ടും തന്നെ ലൂസാക്കരുത്, നല്ല ടൈറ്റായിട്ട് എടുക്കണം. ഈ ബാറ്റർ ഒരു പ്ലേറ്റിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ ഇതിലോട്ട് കോരി ഒഴിച്ച് കൊടുക്കാം. ഞാൻ വട്ടയപ്പം ഉണ്ടാക്കുന്നത് സ്റ്റീമറിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഓവൻ ഉണ്ടെങ്കിൽ ഓവനിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് സ്റ്റീമറിലാണ് ഉണ്ടാക്കുന്നത്. അതിന് മുകളിലായി കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പ്ലേറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കൊട്ടിക്കൊടുക്കാം. നമുക്കതിന് ശേഷം ഒരു 30-35 മിനിറ്റോളം നന്നായി കുക്ക് ചെയ്തെടുക്കാം. സ്റ്റീമറിലാണ് കുക്ക് ചെയ്യുന്നത്. നമുക്ക് ഒരു 30-35 മിനിറ്റോളം നന്നായി കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്യുന്ന ടൈമിൽ ഇടയ്ക്ക് വെന്തോന്ന് ടൂത്ത് പിക്ക് വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പൂൺ വെച്ചോ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക. വെന്തിട്ടുണ്ടെങ്കിൽ 30 മിനിറ്റ്, ഉൾഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ 30 മിനിറ്റ് വേണ്ട. വെന്തിട്ടില്ലെങ്കിൽ ഒരു 30-35 മിനിറ്റോളം നന്നായി കുക്ക് ചെയ്ത്. നമ്മുടെ ഡിഷ് നന്നായി കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഈ ഡിഷ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബാക്കി വന്ന പാലപ്പത്തിൻ്റെ മാവ് വെച്ചാണ് ഡിഷ് ഉണ്ടാക്കിയത്. ഇതിൽ പറഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പറയാത്തൊന്നും തന്നെ ചേർത്തിട്ടില്ല. നിങ്ങളെല്ലാവരും തീർച്ചയായും എൻ്റെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും എല്ലാം കഴിക്കാൻ പറ്റുന്നത്. നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ സോഫ്റ്റാണ്. ഉൾഭാഗമായാലും വളരെ സോഫ്റ്റാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായും എൻ്റെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. പാലപ്പം ഒട്ടും തന്നെ കട്ടിയില്ലാതെ തീരെ നൈസായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല കട്ടിയായിട്ട് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ തീരെ നൈസായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഓക്കെ, താങ്ക് യു.